വിശാഖപട്ടണത്ത് നിന്ന് കണ്ടെത്തിയ 13-കാരിയുടെ സുരക്ഷയിൽ കരുതലോടെ പോലീസ് നീക്കം. കുട്ടിയെ മാതാപിതാക്കൾ മർദ്ദിച്ചോ എന്ന് അന്വേഷിക്കും. വീട്ടുകാർക്കൊപ്പം വിടണോ എന്നതിൽ തീരുമാനം കുട്ടിയുടെ മാനസികാവസ്ഥ അറിഞ്ഞ ശേഷം മാത്രമായിരിക്കുമെന്ന് തിരുവനന്തപുരം DCP അറിയിച്ചു. RPFന്റെ സംരക്ഷണയിലുള്ള കുട്ടി ആരോഗ്യവതിയാണ്. നാട്ടിലേക്ക് പോകാൻ സന്തോഷമെന്ന് കുട്ടി 24-നോട് പറഞ്ഞു. വനിതാ പോലീസ് ഉൾപ്പെടെയുള്ള സംഘം വിശാഖപട്ടണത്തേക്ക്. സഹോദരിയുമായി വഴക്കിട്ടതിന് മാതാവ് ശകാരിച്ചതിന്റെ വിഷമത്തിൽ അസം സ്വദേശിയുടെ മകൾ വീട് വിട്ടിറങ്ങിയത് ചൊവ്വാഴ്ച രാവിലെ 9:30-യോടെ. അന്നേ ദിവസം 5:45-ഓടെ 24 വാർത്ത പുറം ലോകത്തെ അറിയിച്ചു. പിന്നെ നാടൊന്നാകെ തിരച്ചിൽ. തലസ്ഥാന നഗരത്തിനു പുറത്ത് നാഗർകോവിലിലും കന്യാകുമാരിയിലും തിരച്ചിൽ. ഓരോ സ്റ്റേഷനുകളിലെയും CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം. ഊഹാപോഹങ്ങളുടെ 37 മണിക്കൂർ. ഒടുവിൽ വിശാഖപട്ടണം വാൾട്ടയർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് മലയാളി സമാജം പ്രവർത്തകർ കുട്ടിയെ കണ്ടെത്തി. ക്ഷീണിതയായ കുട്ടി ട്രെയിനിന്റെ ബർത്തിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന സ്ത്രീകൾ അവരുടെ കുട്ടിയാണെന്ന് അവകാശപ്പെട്ടെങ്കിലും കുട്ടിയെ ഉപേക്ഷിക്കാൻ മലയാളികൾ തയ്യാറായില്ല. ഫോട്ടോയും വസ്ത്രവും താരതമ്യം ചെയ്ത് കുട്ടിയെ തിരിച്ചറിഞ്ഞു. കേരളം പ്രാർത്ഥനകളോടെ കാത്തിരുന്ന കഴക്കൂട്ടത്തെ ആ 13 വയസ്സുകാരി വിശാഖപട്ടണത്തെ ഈ ഗേൾസ് ഹോമിൽ സുഖമായി കഴിയുന്നു. നല്ല വസ്ത്രവും ഭക്ഷണവും കുറച്ച് നല്ല കൂട്ടുകാരുമൊക്കെയായി ജീവിതത്തിൻ്റെ പഴയ താളത്തിലേക്ക് കുട്ടി പതിയെ മടങ്ങി വരികയാണ്. രാവിലെ ഇപ്പോൾ സംസാരിച്ചിരുന്നു. കുട്ടി കണ്ട ഉടനെ തന്നെ കുട്ടി ചിരിച്ചുകൊണ്ട് ഓടി വന്നു. നല്ല ചിരിച്ച് സന്തോഷവതിയായിട്ട് തന്നെ ഇരിക്കുന്നു. 13-കാരിയായ മകൾ വീട് വിട്ടിറങ്ങി എന്നറിഞ്ഞതു മുതൽ കരച്ചിലായിരുന്നു മാതാപിതാക്കൾ. ഇന്നലെ വിശാഖപട്ടണത്ത് കുട്ടിയെ കണ്ടെത്തിയെന്ന സന്ദേശമെത്തിയതോടെ ആശ്വാസം. കുട്ടിയുമായി വീഡിയോ കോളിൽ സംസാരിച്ചു. ഭക്ഷണം കഴിച്ചെന്ന് മകൾ പറഞ്ഞു. കുട്ടിയെ കണ്ടെത്തിയ കേരളത്തിന് നന്ദി. കുട്ടിയെ താൻ മർദ്ദിച്ചിട്ടില്ലെന്ന് മാതാവ്. मैं बोला तो तुम मेरा बेटी है, मैं तो माँ हूँ, मैं तो डांटेगा, बदमाशी करेगा तो डांटेगा, इसलिए गोड़ छोड़ देता क्यों? 13-കാരിയുടെ തിരോധാനത്തിൽ പോലീസിനെ സഹായിച്ച നിർണായക തെളിവ് മൊബൈൽ ഫോണിൽ പകർത്തിയ ഒരു ചിത്രമാണ്. ആ ചിത്രത്തിനു പിന്നിൽ നെയ്യാറ്റിൻകര സ്വദേശി ബബിത. സംശയത്തിന്റെ പേരിലെടുത്ത ചിത്രം 24 വാർത്ത കണ്ട് പോലീസിന് അയച്ചു കൊടുത്തതോടെ അന്വേഷണത്തിൽ പുരോഗതിയുണ്ടായി. അപ്പോൾ കണ്ടത് 24ന്റെ ലൈവായിരുന്നു. അപ്പോൾ ഞാൻ ലൈവിൽ ഇങ്ങനെ എഴുതി കാണിച്ചുകൊണ്ടിരുന്നു. എന്താണ് കണ്ടു കിട്ടുന്നവർ ബന്ധപ്പെട്ട അങ്ങനെ ഒരുപാട് തവണ വിളിച്ചപ്പോഴാണ് പിന്നെ തിരിച്ച് പോലീസ് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യുന്നത് പറഞ്ഞു കൊടുത്തത്. ചൊവ്വാഴ്ച വൈകിട്ട് പോലീസ് തിരച്ചിൽ ആരംഭിക്കുന്നത് മുതൽ 24 വാർത്താ സംഘവും കുട്ടിക്കായി നാട് മുഴുവൻ തിരഞ്ഞു. ഒടുവിൽ ഞങ്ങളുടെ തിരുവനന്തപുരം റിപ്പോർട്ടർ അലക്സ് റാം മുഹമ്മദ് നടത്തിയ സമയോചിതമായ ഇടപെടലിലാണ് വിശാഖപട്ടണത്ത് നിന്ന് പെൺകുട്ടിയെ കണ്ടെത്തിയത്. ഒടുവിൽ ആ സന്തോഷ വാർത്ത 24 പ്രേക്ഷകർക്ക് സമ്മാനിച്ചു. കുഞ്ഞിനെ ഞങ്ങൾ രക്ഷിച്ചിരിക്കുന്നു, 24 സംഘം രക്ഷിച്ചിരിക്കുന്നു. ഞങ്ങളിതാ തിരിച്ചു കൊണ്ടുവരുന്നു കേരളത്തിലേക്ക്. ആ കുഞ്ഞിൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും അടുത്തേക്ക് ഞങ്ങളിതാ കൊണ്ടുവരുന്നു എന്ന അഭിമാനത്തോടെയും ചാരിതാർത്ഥത്തോടെയും സന്തോഷത്തോടെയും ആണ് ഈ വാർത്ത ഇപ്പോൾ പുറം ലോകവുമായി റിപ്പോർട്ട് ചെയ്യുന്നത്. ഗോപി, കുട്ടി നിലവിൽ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണയിലാണ്. മറ്റന്നാൾ കേരളത്തിലെത്തിക്കും. കുട്ടിയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അറിയിച്ചു. കുട്ടി എന്തിന് വീട് വിട്ടിറങ്ങിയെന്ന ചോദ്യത്തിന് ഇതുവരെ കൃത്യമായ ഉത്തരം കിട്ടിയിട്ടില്ല. അതിനായി കുട്ടിയുടെ മൊഴി പോലീസ് വിശദമായി രേഖപ്പെടുത്തും. എന്നാൽ അത്തരം നടപടികൾ കേരളത്തിലെത്തിച്ചതിന് ശേഷം മാത്രമേ ഉണ്ടാവൂ എന്നാണ് പോലീസ് പറയുന്നത്. വിശാഖപട്ടണത്ത് നിന്നും ടീം 24.